മനുഷ്യന്റെ ഏത് വലിയ സങ്കടങ്ങളും ഏത് വലിയ ദുഃഖങ്ങളും ഏത് വലിയ പ്രയാസങ്ങൾ വന്നാലും ആ പ്രയാസങ്ങളും ആ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകാൻ ഏറ്റവും ഉതകുന്ന ഒരേ ഒരു ദിക്ർ ഏതാണ്? യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗമ്മ. അല്ലാഹുവേ, മനസ്സിന്റെ വേദനകൾ മാറ്റണേ അല്ലാ, സങ്കടങ്ങൾ മാറ്റണേ അല്ലാ, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ. കടമില്ലാത്തവരില്ല, പ്രയാസമില്ലാത്തവരില്ല, ദുഃഖമില്ലാത്തവരില്ല, ആവലാതിയും വേവലാതിയും ഇല്ലാത്തവരില്ല. അതുകൊണ്ടാണ് റജബിന്റെ അവസാനങ്ങളിൽ യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗമ്മ, യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗമ്മ. ടെൻഷൻ അകറ്റുന്നവനെ, ഹൃദയവേദന തീർക്കുന്നവനെ എന്നാണ് ഇതിന്റെ അർത്ഥം. അല്ലാഹുവേ, മനസ്സിന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളെല്ലാം നീക്കുന്ന റബ്ബേ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ ദിക്ർ ഏതെന്നറിയുമോ? രണ്ടാമത്തെ ദുആ ഏതെന്നറിയുമോ? പടച്ച റബ്ബേ, റജബ് എന്നല്ല, റമളാൻ എന്നല്ല, എപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ, മനുഷ്യന്റെ ഉള്ളിൽ സങ്കടങ്ങൾ കടന്നു വരും, പ്രയാസങ്ങൾ കടന്നു വരും, ദുഃഖങ്ങൾ കടന്നു വരും. അങ്ങനെ പ്രയാസങ്ങളും ദുഃഖങ്ങളെല്ലാം കടന്നു വരുമ്പോ ആ സങ്കടങ്ങളും ആ ടെൻഷനും ആ ദുഃഖങ്ങളും എല്ലാം മാറുവാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒരുപാട് ദിക്റുകൾ മഹാരഥന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചിട്ടുള്ളത് ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ അൽഹംദുലില്ലാഹ് നമ്മൾ വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വിഷമത്തിൽപ്പെട്ടവർ അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഇസ്മും ഖുർആനിക ആയത്തും ചൊല്ലി ദുആ ചെയ്യുക. അതിൽപ്പെട്ട ഏതാണ്? യാ ലത്തീഫ് യാ അല്ലാഹ്. 129 തവണ അവിടെ ഓതുക. ശേഷം അവിടുന്ന് സൂറത്ത് ശൂറയിലെ 19ാമത്തെ ആയത്ത് ധാരാളം ചൊല്ലി ദുആ ചെയ്യുക. വിഷമങ്ങൾ അല്ലാഹു മാറ്റുന്നതാണ്. അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയ്യുൽ അസീസ്. മനുഷ്യന്മാരുടെ വേദനകൾ മാറ്റാൻ സൂറത്ത് ശൂറയിലെ 19ാമത്തെ ആയത്താണ് ഓതേണ്ടുന്നത്. അവിടെ നിന്ന് എത്ര ഓതിയിട്ട് ദുആ ചെയ്യുന്നു അത്രയും പ്രതിഫലം അല്ലാഹു തരും. സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും കൊണ്ട് നടക്കുന്നവരുണ്ടോ? എന്നാൽ അവിടെ നിന്ന് യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന പവിത്രമായ പരിശുദ്ധമായ ദിക്ർ 129 തവണ ചൊല്ലിയിട്ട് അല്ലാഹു ലത്തീഫും بعبادي يرزق من يشاء وهو القوي العزيز. നിറഞ്ഞ മനസ്സോടുകൂടി റജബിന്റെ ഈ സമാപനത്തില് റജബ് നമ്മിൽ നിന്ന് പിരിയുകയാണ്. ആരാണ് ഇങ്ങനെ ചൊല്ലിയിട്ട് ഖൽബ് പൊട്ടിയിട്ട് ദുആ ചെയ്യുന്നത്? അല്ലാഹു അവരുടെ പ്രയാസങ്ങളെ മാറ്റുമെന്നാണ്. ജീവിതത്തിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും കണ്ണീരുകളും ദുഃഖങ്ങളൊക്കെ നമ്മളിലേക്ക് വരുന്നത് സ്വാഭാവികമാണ്. അതെല്ലാം മാറിപ്പോകാൻ, അതെല്ലാം നീങ്ങിപ്പോകാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഈ ആയത്തുകൾ മതി. ജീവിതത്തിന് അത് വലിയൊരു മാറ്റമാണ്. ജീവിതത്തിന് അത് വല്ലാത്തൊരു സന്തോഷവും അത്യത്ഭുതങ്ങളുമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ആരാണ് ചൊല്ലിക്കൊണ്ട് കടന്നു വരുന്നത് അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമെന്നാണ്. അതുകൊണ്ട് പെങ്ങളെ, മനസ്സിന്റെ സങ്കടങ്ങൾ അല്ലാഹു മാറ്റുന്നതാ, ദുഃഖങ്ങൾ അല്ലാഹു മാറ്റുന്നതാ, ആപലാദികൾ അല്ലാഹു മാറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ചൊല്ലി മിണ്ടാതിരിക്കരുത്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ما في قلبي غير الله نور محمد صلي على لا إله إلا الله ബദറിലും കേറിയ ബന്നൂറേ ബറകത്തു നിറഞ്ഞ ഷഫീഊറേ ആമന്നാ ബി റസൂലില്ലാ ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്
മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലി അലാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ടെൻഷൻ വല്ലാത്തതാണ്, സങ്കടം വല്ലാത്തതാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനാണ്. എന്ത് പ്രയാസമുണ്ടെങ്കിലും അല്ലാഹു മാറ്റട്ടെ. അതിന് ഖുർആനിലെ സൂറയിലെ 19-ാമത്തെ ആയത്തോതുമോ, അല്ലാഹു ലതീഫും ബിഇബാദി യർസുഖു മൻ യശാ വഹുവൽ ഖവിയ്യുൽ അസീസ്. പരിശുദ്ധമായ ഈ ആയത്ത് ആരാണ് ഓതിയിട്ടവിടുന്ന് 129 തവണ യാ ലത്തീഫ് എന്നുള്ള ദിക്റും ചൊല്ലുന്നത്? അങ്ങനെ ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്നവരെ, സങ്കടപ്പെടുന്നവരെ, വിഷമിക്കുന്നവരെ, ദുഃഖിക്കുന്നവരെ അല്ലാഹു അവരുടെ സങ്കടങ്ങളും അവരുടെ വിഷമങ്ങളും അവരുടെ ദുഃഖങ്ങളും അവരുടെ ആവലാദികളെല്ലാം അല്ലാഹു മാറ്റുമെന്നാൻ. എല്ലാവർക്കും ഒന്ന് കടമുണ്ട്. കടമില്ലാത്തവരെന്ന് കാണിച്ചു തരാൻ പറ്റും? ഇന്ന് വളരെ കുറവാണ്. കടമില്ലാത്തവർ വളരെ കുറവാണ്. ഇന്ന് പലരും പല സങ്കടത്തിലും പല കടത്തിന്റെ കെണിയിലും പെട്ടിട്ട് സ്വന്തം വീട് പോലും ജപ്തി ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഒരവസ്ഥയിലാണ് കടന്നു വരുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു വരുമ്പോ നമുക്ക് വിജയിക്കാൻ കഴിയില്ല, സന്തോഷത്തിന്റെ വഴിയിലൂടെ കടന്നു പോകാനും കഴിയില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് നല്ല നീയത്തോടെ കഴിയുന്നത്. അതുകൊണ്ട് റജബിന്റെ അവസാനമാണ്. റജബുൻ ഷഹറുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണെന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞവരാണ്. അതുകൊണ്ട് എത്ര കരയാൻ പറ്റുമോ അത്രയും മനസ്സ് കൊടുത്തുകൊണ്ട് നമ്മൾ കടന്നു വന്നാൽ നമ്മൾ വിജയിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി എവിടെ നിന്ന് ചെയ്യാൻ പോകുന്ന ഏതെന്നറിയുമോ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേടിയുള്ളവരാണ്, ഒരുപാട് സങ്കടമുള്ളവരാണ്, ഒരുപാട് പ്രയാസങ്ങൾ. എന്തിനേറെ ചില കൊച്ചുമക്കളുണ്ട് നമ്മുടെ വീടിന്റെ ഉള്ളില്. ആ കൊച്ചുമക്കൾ പോലും അപ്പുറത്തുള്ള റൂമിൽ പോകാൻ പേടിയാൻ. നമ്മുടെ വീട്ടിലെ ചില മക്കൾക്ക് നമ്മുടെ വീടിന്റെ സ്വന്തം വീടിന്റെ നേരെ അപ്പുറത്തേക്ക് പോകാൻ തന്നെ പേടിയാൻ. അല്ലെന്ന് പറയാൻ പറ്റൂ? ചില കൊച്ചുമക്കൾ അവര് എനിക്ക് പോകാൻ പോയ സ്വന്തം വീട്ടിന്റെ ഉള്ളിലുള്ള ടോയ്ലറ്റിൽ പോലും പോകാൻ കഴിയാത്ത നമ്മുടെ മക്കളുണ്ട്. എന്നാൽ അവർക്ക് ഞാൻ ഇത് കണ്ടപ്പോ ഇതിന്റെ ചരിത്രങ്ങൾ വായിച്ചപ്പോ അത്ഭുതമാണ്, അത്ഭുതമാണ്, അത്ഭുതമാണ്. അല്ലാഹുവേ, നമ്മളെപ്പോഴും ചൊല്ലുന്ന ഒരു ദിക്ർ മന്ത്രിച്ചിട്ട് പൊന്നുമക്കൾക്ക് അവിടെ നിന്ന് ചൊല്ലണം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അല്ലാഹുവിനോട് ചോദിക്കാൻ നിറഞ്ഞ മനസ്സിനോടെ, നിറഞ്ഞ മനസ്സോടെ അല്ലാഹുവിലേക്ക് പറയുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് ചോദിച്ചാൽ അല്ലാഹു തരാത്ത വല്ലുണ്ടോ? ഭയം, പേടി, ചില മക്കൾക്ക് വല്ലാത്ത വെപ്രാളം, അങ്ങനെ തുടങ്ങിയവ കൊണ്ട് പ്രയാസപ്പെടുന്ന സങ്കടപ്പെടുന്ന മക്കൾക്ക് ഇത് മന്ത്രിച്ചിട്ടൊന്നുകില്ല അവരുടെ ഉച്ചയിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലോ നിങ്ങളൊന്ന് കൊടുത്തു നോക്ക്. നിങ്ങളുടെ മക്കളുടെ ഭയം അവിടെ നിന്ന് മാറും. ഇത് ആത്മീയമായിട്ടുള്ള ചികിത്സയാണ്. ചില യുക്തിവാദികൾ കേൾക്കുമ്പോ പറയും ഇങ്ങനെ കുറെ ആളുകളുണ്ട്, അത് ഓതിയാ ഇതോതിയാ മാറും എന്ന് പറയുന്നവരുണ്ടാകുമെന്നറിയാം. എനിക്കറിയാം, നമ്മുടെ കൊറോണ ആ കൊറോണ വന്ന സമയത്ത് ഞാൻ സൂറത്തുൽ ഖുറൈശ് ഓതാൻ പറഞ്ഞപ്പോ ഒരാളെടുത്തിട്ട് ഇപ്പൊ ഖുറൈശിന്റെ പുതിയ ഡോക്ടർ വന്നെന്ന് പറഞ്ഞെടുത്തിട്ടായിരുന്നു ഇല്ലേ? അപ്പൊ അതേപോലെ നമുക്ക് എന്ത് വന്നാലും പ്രശ്നമില്ല. നമുക്ക് അള്ളാഹുവിന്റെ ഖുർആൻ അത് ആത്മീയമായ മരുന്നാൻ, ആത്മീയമായ മരുന്നാൻ. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ മരുന്നാൻ. അതുകൊണ്ടാണ് അവിടെ നിന്ന് പുതപ്പ് മൂടി പുതച്ചു കിടന്നുറങ്ങിയ അള്ളാഹുവിന്റെ പ്രവാചകരെ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് വിളിച്ചല്ലോ, നബിയേ യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പ് മൂടി പുതച്ചു കിടന്ന് ഉറങ്ങുന്ന നബിയേ, ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഖുസ് മിൻഹു. അല്ലാഹുവിന്റെ ഖുർആനാണ്. വറത്തിലിൽ ഖുർആന തർതീലാ. അള്ളാന്റെ ഖുർആൻ തർത്തിയിലായിട്ടോത്. നിന്റെ ഏത് വലിയ പ്രയാസവും ഏത് വലിയ സങ്കടവും ഏത് വലിയ ദുഃഖവും അല്ലാഹു തആല മാറ്റുമെന്നാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് പറഞ്ഞു പോകുന്നത്. അള്ളാഹുവിലേക്ക് നല്ല മനസ്സും നല്ല കരവും കൊടുത്തിട്ട് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്.
അല്ലാഹുവേ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ എന്ന് പറഞ്ഞ് നിറഞ്ഞ മനസ്സോട് അങ്ങനെ അങ്ങ് പ്രവർത്തിച്ചാൽ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരായാൽ നിങ്ങളുടെ ജീവിതം അല്ലാഹു രക്ഷപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഇന്ന് 3 ദുആയാണ് നമ്മൾ പഠിച്ചത്, 3 ദിക്ർ ഖുർആന്റെ ആയത്തുൾപ്പെടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരുപാട് പറയുന്നില്ല, കാരണം എനിക്ക് രാത്രിയൊക്കെ വാദമുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതുകൊണ്ട് കേൾക്കാനും പഠിക്കാനുമുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. നമ്മൾ കേട്ടത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ എല്ലാ ദിവസവും നമ്മൾ എപ്പോഴാണ് മരിക്കുന്നത് എന്നറിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബർ സന്തോഷമാകാൻ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് എല്ലാവരും നല്ല മനസ്സോടെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 لا إله إلا الله، 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 لا إله إلا الله محمد رسول الله. എല്ലാവരും ചൊല്ലണേ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ
ജഹീമി فهب لي توبة قبل الممات فإنك غافر الذنب العظيم جل إلهي لست للفردوس أغلى ولا أقوى على نار الجحيم فهب لي توبة قبل الممات فإنك غافر الذنب العظيم إلهي لست للفردوس أغلى ولا أقوى على نار الجحيم فهب لي توبة قبل الممات فإنك غافر الذنب العظيم الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا محمد അല്ലാഹുവേ കരുണക്കടലായ അല്ലാഹ് കാരുണ്യവാനായ തമ്പുരാനെ ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ് വേദനകൾ കൊടുക്കല്ല അല്ലാഹ് സങ്കടങ്ങൾ കൊടുക്കല്ല പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് രോഗം തന്നിട്ട് പരീക്ഷിക്കല്ല തമ്പുരാനെ ഞങ്ങളുടെ ഭാര്യ മാതാപിതാക്കൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ പൊന്നുമക്കൾ ഒരാൾക്കും ഒരു രോഗം തന്നിട്ട് സങ്കടപ്പെടുത്തല്ല റബ്ബേ ദുഃഖത്തിലാഴ്ത്തല്ല റബ്ബേ പ്രയാസത്തിലാഴ്ത്തല്ല പടച്ചവനെ അല്ലാഹുവേ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് അനുയോജ്യരായ ഇണകളെ കൊടുക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അരുമ മക്കളെ ആരെയും ഒരു രോഗത്തിലും പെടുത്തല്ല റബ്ബേ ക്യാൻസർ കൊടുക്കല്ല റബ്ബേ അറ്റാക്ക് വെക്കല്ല റബ്ബേ അല്ലാഹുവേ കൈകാലുകളെ തളർത്തി കളയല്ലേ റബ്ബേ അല്ലാഹുവേ എപ്പം മരിച്ചാൽ ഏത് സെക്കൻഡിൽ വിട പറഞ്ഞാൽ കരുണക്കടലായ അല്ലാഹ് ഏത് സെക്കൻഡിൽ എപ്പോഴെല്ലാം ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞാലും അല്ലാഹുവേ ഞങ്ങളുടെ ദുആക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ് ആവലാദികളും വേവലാദികളും സങ്കടങ്ങളും കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല തമ്പുരാനെ അല്ലാഹുവേ പരിശുദ്ധമായ ഉംറ കർമ്മത്തിന് വേണ്ടി കടന്നു വരാൻ കാത്തിരിക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാര് യാ അല്ലാഹ് അവർക്ക് മഖ്ബൂലും മബ്റൂറുമായ ഉംറ നിർവഹിച്ച് മടങ്ങാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് രോഗങ്ങൾ കൊടുക്കല്ല അല്ലാഹ് വിഷമങ്ങൾ കൊടുക്കല്ല അല്ലാഹ് ദുഃഖങ്ങൾ കൊടുക്കല്ല തമ്പുരാനെ അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികളിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ് മരിക്കുന്നതിന് മുമ്പ് മദീനയുടെ മണിമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദീനത്ത് പോയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ് ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ അല്ലാഹുവേ ഇതിൽ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ മനസ്സിൽ നീയത്ത് ചെയ്തിരുന്നോ അത് മുഴുവനും ഖബൂലാക്കണേ അല്ലാഹ് പടച്ച റബ്ബേ ഞങ്ങളുടെ മുഖത്തടിക്കുന്ന ഒരു വർത്തമാനം ഒരാളിൽ നിന്നും ഞങ്ങളെ കേൾപ്പിക്കല്ല പടച്ചോനെ അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നതിൽ തൊട്ട് മുമ്പ് തന്നെ ഞങ്ങൾ അതിൽ നിന്ന് അകറ്റണേ അല്ലാഹ് അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.